അതിനേക്കാൾ വലിയ ക്ലൈമാക്സ് ആണ് ഡൽഹിയിൽ നടക്കുന്നത്. നാളെ NDA യോഗം വിളിച്ചിരിക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിട്ടില്ല. BJPക്ക് ഒരു കത്തും നായിഡു ഇതുവരെ കൊടുത്തിട്ടില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ചന്ദ്രബാബു നായിഡുവിന്. ചന്ദ്രബാബു നായിഡു ഇതുവരെ അത് സ്വീകരിച്ചിട്ടില്ല. എന്താകും? ചന്ദ്രബാബു നായിഡുവിനെ സീതാറാം യെച്ചൂരി വിളിക്കുന്നു, ശരത് പവാർ വിളിക്കുന്നു, പലരും വിളിക്കുന്നു. വലിയ ട്വിസ്റ്റ്. അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു. 794 1558 നിന്ന് 794 അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ലീഡ് കുറയുകയാണ്. നമുക്ക് മാവേലിക്കരയിൽ ഇനി എത്ര എണ്ണാനുണ്ടെന്നത് കൂടി അറിയണം. അവിടെ UDF ലീഡ് 9873 ആണ്. മാവേലിക്കര സേഫ് ആണോ കൊടിക്കുന്നിലിനെ സംബന്ധിച്ച്? അതോ ഇനി അവിടെ എന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? അതറിയണം. എന്തായാലും ആറ്റിങ്ങലിൽ 794 വോട്ടിന് മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഈ ഒരു കളിയുണ്ടല്ലോ, ഈ നമ്പർ മാറി ലീഡ് മാറിയുള്ള കളി, ഇത് അവസാനം വരെ ഉണ്ടാവും. അവസാനം എണ്ണിക്കഴിഞ്ഞ് ഫൈനൽ സീല് വെച്ചാലേ വിജയിയെ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് തോന്നുന്നു ആറ്റിങ്ങലിൽ. ഇന്നലെ ഇത്തരത്തിലുള്ള 2-3 മണ്ഡലങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഒന്നായി ചുരുങ്ങി ആറ്റിങ്ങൽ പക്ഷേ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫിനിഷിലേക്ക് പോവുകയാണ്. പാടലീപുത്രത്തിൽ നിതീഷ് കുമാർ വച്ച പരസ്യ പ്രചാരണ ബോർഡുകളിലൊന്ന് നിതീഷ് സബ്കേ ഹേ എന്നായിരുന്നുവെങ്കിൽ നിതീഷ് എല്ലാവരുടേതുമാണോ അതോ ആ പൾട്ടു അങ്കിൾ അത് എവിടേക്ക് എന്നുള്ളത് കണ്ടറിയണോ? നിതീഷ് സബ്കേ ഹേ 240 നമ്പർ. മിന്നും താരമായി മാറുകയാണ്. ഒരു ദീർഘകാലത്തിന് ശേഷം ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഏറ്റവും തലപ്പൊക്കത്തേക്ക് വരികയാണ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിന്റെ നിലപാട് അതിനുവേണ്ടി കാത്തുകെട്ടി നിൽക്കുകയാണ് രണ്ട് പക്ഷവും. 240 BJPയുടെ നമ്പർ. ഇനി വേണ്ടത് 32. അതിലെ 16 രതീഷ് ശരിയാണെങ്കിൽ കൂടി ചന്ദ്രബാബു നായിഡു തന്നെയാണ് കിങ് മേക്കർ. പക്ഷേ